السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. തിർസത്തു സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പേടിച്ച് ജീവിക്കുന്നു ചൊന്തു സ്വന്തത്തെ മറക്കാണ്ട് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോട്ടും വസിയത്താക്കര ഉപദേശിക്കര റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവനെ പേടിച്ച് ജീവിക്കര മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കുക. സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവന ചരിത്രം വിശദീകരിക്കുന്നതായോ ഈ ഒരു ക്ലാസ്സിലെ 76ാമത്തെ ക്ലാസ്സിലേക്ക് ഞങ്ങളുടെ ഒട്ടികയും ഞങ്ങൾക്ക് വിടുന്ന പോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിജ്റ 7ാമത്തെ വർഷത്തിൽ നടന്നതായോ ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഖൈബർ യുദ്ധത്തിൽ പിന്നെ നടന്നതായ കുറേ സംഭവ ഹബ്സീനിയത്തിൽ നിന്ന് ജാഫർ ഇബ്നു അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പോയി ആ ഹബ്സീനിയത്തേക്ക് പോയി ആൾമാർ പിന്നെ ഖൈബർ യുദ്ധ കഴിഞ്ഞിട്ടേത്തിക്കറ് അങ്ങനെ റിട്ടേൺ പണ്ടത് ചൊല്ലതും അതേപോലെ യമനിൽ നിന്ന് ദൗസ് ഗോത്രത്തങ്ങ ഖൈബർ വിജയ ആയപ്പേറ്റിക്കറങ്ങ ബന്ദ്രെ ചൊല്ലതും എല്ലാം ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി വെച്ചതായ ഒരു കാര്യത്തിക്ക് ഇണ്ട് അതിന്റെ ബാക്കി ഭാഗത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ ഖൈബർ യുദ്ധത്തിൽ വിജയിച്ചിട്ട് മുസ്ലിമീങ്ങ മദീനത്തേക്ക് റിട്ടേൺ പോണ്ടേ അല്ലെങ്കിൽ ഖൈബർ യുദ്ധമായിട്ട് അങ്ങവിടെ കുറെ നാൾ തെച്ചിട്ട് പിന്നെ അവിടെ മടങ്ങുന്ന സന്ദർഭത്തിലേക്ക് ഒരു ജൂത പെണ്ണ് ബന്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ ഒരു ദാവത്ത് കൊടുക്കുക. അത് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് നിപ്പാട്ടി വെക്കുമ്പോഴത്തേക്ക് ചൊന്നതായ ഒന്നേറ്റിക്കറ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബിസ കൊടുത്തിട്ടു നബിക്ക് കൊടുക്കുന്നതായ ഫുഡുകളു ബിസ ഇട്ടിട്ട് ബിസ പുറത്തിട്ട് നബിരെ കൊല്ലുകൊല്ല പ്രയത്ന ആ യഹൂദിമാർ ആക്കിയതായ സംഭവ ഇട്ടിക്കറ് ഇനി നമുക്ക് മനസ്സിലാക്കുകൊള്ളി. അതായത് ഒരു ജൂത പെണ്ണ് ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട പണ്ട് സൈനബ് ബിൻത് ഹാരിസിന്റെ ഇട്ടിക്കറ് ആ പെണ്ണിന്റെ പേര് സൈനബ് ബിൻതുൽ ഹാരിസ്. ಅವಳು ಬಂತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರೊಟ್ಟಿಗೆ ಸಹಾಬಿರೊಟ್ಟಿಗೆ ಅಂಗಂದಾಕ್ರಾರು ಅವರೊಟ್ಟಿಗೆ ಬಂತಾಗ നിങ്ങൾ ദാവത്തുക്ക് പറഞ്ഞു മങ്ങൊരു ദാവത്ത് വെച്ചിരാ ചൊന്തു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബിൽക്കിരെ. അപ്പൊ ഈ യഹൂദിമാർ എങ്ങനത്തങ്ങ ചൊന്നെങ്കിൽ നബിമാരെ കൊല്ലുക സമയത്തെ മടിക്കാത്തങ്ങ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു മാത്രമല്ല കഴിഞ്ഞു പോയ സമുദായത്തിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കൊല്ലുക പ്രയത്നാക്കി എന്നങ്ങായിട്ടിക്കാറ് യഹൂദിമാർ ജൂതന്മാർ ആ നബിമാരെ കൊല്ലുക അമ്പിയാക്കന്മാരെ കൊല്ലുക പ്രയത്നാക്കി ആ ഒരു ഭാഗം ഇട്ടിക്കറി ഇതും ചൊല്ലത് നാം മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദിമാരുടെ സ്വഭാവ ചൊല്ലറോടെ ഖുർആനിൽ ചൊന്ന അഫകുല്ലമാ ജാഅകും റസൂലുൻ ബിമാ ലാ തഹ്വ അൻഫുസുകും മുസ്തക്ബർതും ഫഫരീഖൻ കദ്ദബ്തും വഫരീഖൻ തഖ്തുലൂൻ. അങ്ക് ഇഷ്ടില്ലാത്ത കൊറിയ വിഷയ നബിമാർ ബന്ത് ചൊല്ലുമ്പത്തുക എന്താക്കി വിന്നാറ് ഫഫരീഖൻ കദ്ദബ്തും അങ്ങനെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആൾമാർ നബിമാരെ കളവാക്കി വിന്നാറ് വഫരീഖൻ തഖ്തുലൂൻ ഒരു വിഭാഗം ആൾമാർ അങ്ങ് കൊന്നു ഇന്നാറ് കൊന്നു ഉള്ളാറുണ്ട് എത്തിക്കർ അള്ളാഹു ചൊല്ലി നോക്കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗാക്കിയ ആ പ്രയോഗ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്നെ ആ ഒരു വേർഡ് ഞങ്ങൾ ആലോചനാക്കും. അള്ളാഹു എന്തൊരു ചൊന്നെ ഫഫരീഖൻ കദ്ദബ്തും ഒരു വിഭാഗം ആൾമാർ കളവാക്കിയാർ പാസ്റ്റ് ടെൻസ് കദ്ദബ ചൊന്നെ പാസ്റ്റ് ടെൻസ് വഫരീഖൻ തഖ്തുലൂൻ വഫരീഖൻ ഖതലൂൻ അല്ല ഖതല ചൊന്നെങ്കിൽ ഇട്ടിക്ക് പാസ്റ്റ് ടെൻസ് തഖ്തുലൂൻ ചൊന്നെ പ്രസന്റ് ടെൻസ് എത്തിക്ക് അവ പ്രസന്റ് ടെൻസ് എത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്തുലൂൻ പ്രസന്റ് ടെൻസ് ആക്കിയിട്ട് ചൊന്നര് എന്തിക്ക് അത് കഴിഞ്ഞുപോയ നബിമാരല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരും കൊല്ലുക പ്രയത്നാക്കാറ് ചൊല്ലതുകൊല്ലേ ഒരു സൂചന എത്തിക്കറ് ചൊന്ത എത്തിക്കറ് ഉലമാക്കന്മാർ ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ നമുക്ക് പഠിപ്പാട്ട്. അപ്പൊ അതേപോലെ യഹൂദിമാർ എന്താക്കിയാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കൊല്ലുകയും പ്രയത്നാക്കിയാറ്. ആ ഒരു പ്രയത്നത്തെ ഭാഗമായിട്ടിക്കറി ഇത് ഖൈബർ യുദ്ധ കഴിഞ്ഞത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമർക്ക് അങ്ങനെന്താക്കരെ ഒരു ദാവത്താക്കരെ. ഇബ്നു ഹിഷാം ഒരു സീറല് നമുക്ക് ആ ചരിത്രം ഇങ്ങനെ കാണും. അതായത് ആ പെണ്ണ് വന്ന് എന്താക്കിയാൽ വഖദ് സഅലത് അയ്യു അദ്വിൻ മിനശ്ശാത്തി അഹബ്ബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെണ്ണ് ഔറുള്ള ആൾമാരൊട്ടികൾ അറിഞ്ഞാൽ എന്തിനറിഞ്ഞാൽ നബിക്ക് എല്ലാത്താണ്ട് ഇഷ്ടപ്പെട്ട് ഇറച്ചിയത് ആടിന്
ಎಲ್ಲ ತಂಡ ಇಷ್ಟಪಟ್ಟ ಎರ್ಚೇದು ಏದು ಭಾಗ ಅಪ್ಪ ಅವಳೊಟ್ಟಿಗೆ ಚೊನ್ನಾರು ಎಂದ್ರೆ ಅದ್ದಿರ ನಬಿ ಆಡ್ರ ಕಾಲ ಭಾಗ ಇಟ್ಟಿಕ್ರಿ ಎಲ್ಲ ತಂದ ಇಷ್ಟ ಫಅಕ್ಸರತ್ ಫೀಹಾ ಮಿನ ಸುಮ್ಮ ആ സന്ദർഭത്തിൽ അവൾ എന്താക്കിയാല് ആ കാൽറ ഭാഗത്തേക്ക് ഇറച്ചി ആ കാൽറ ഭാഗത്തേക്ക് പോയിസണ് ബിസ യാറ് പുറട്ടിയാൽ അങ്ങനെ ബാക്കിയുള്ള ഇറച്ചികളെല്ലാം ബിസ പുറട്ടിട്ട് അവൾ എന്താക്കിയാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട വന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ദാവത്താക്ര ചൊന്തു അങ്ങനെ നബിരും സഹാബിരും അങ്ങനെ ബിൽക്കിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരും എന്താക്കിയാറ് ആ ദാവത്ത് അങ്ങ് പോയാറ് പോയിട്ട് അവിടെ തെച്ചാറ് അങ്ങനെ ഇറച്ചിരെ ആ ഇതല്ല ദാവത്ത് ആ ഫുഡെല്ലാം കോന്ത് അങ്ങ് വെച്ചാറ് അങ്ങനെ വെച്ചിട്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മില്ലാ ചൊന്തു ഒരു ആർഡർ ഇറച്ചിയെടുത്ത് ആർഡർ കാൽഡർ ഭാഗം എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയത് അത് ബായിക്കിട്ടിട്ട് ചൗച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുകിട്ടില്ലേ ആ ചൗച്ചപ്പ ബട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും നബി ആദ്യം ബായിക്കിടുമ്പോൾ സഹാബികളുടെ കൂട്ടത്തില് ബിശ്ർ ഇബ്നുൽ ബറാ റളിയല്ലാഹു അൻഹു അയാൾ എന്താക്കിയിട്ട് ആ ഇറച്ചി അതിലെ ഒരു ഇറച്ചി എടുത്തിട്ട് ബായിക്കിട്ട് ചൗച്ച് മുഴുകിട്ട് ബിശ്ർ ഇബ്നു ബറാ റളിയല്ലാഹു അൻഹു അയാൾ എന്താക്കിയിട്ട് ബായിക്കിട്ട് മുഴുകിട്ട് മാത്രമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൗച്ചിരെ മാത്ര ചൗച്ചിട്ടാകുമ്പോഴത്തേക്കു ಅದರ ತನ್ನಿ ನಬಿರ ಬಾಯಿರೊಳಗೆ ಹೋಯ್ತು ಅಪ್ಪಮೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಎಂದರು ಚೊಂತು ಇನ್ನ ಹಾದಲ್ ಆಲ್ಮ ಲ ಯಖ್ಬಿರ್ನಿ ಅನ್ನಹು ಮಸ್ಮೂನ್ ಅದೇ ಈ ಆಡ್ರೆ ಮುಳ್ಳು ನನ್ನೊಟ್ಟಿಗೆ ಚೊನ್ನೋ ಉಂಡು ഇതില് ബിസ പൊറട്ടിരാറ് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ചൊന്തു ആരും ഇത് തിന്നണ്ട ഈ ആಡ್ರೆ മുള്ളു ഈ ഇറച്ചിരെ മുള്ളു നന്നൊട്ടിಗೆ ചൊന്നോ ഉണ്ടു ಎಂದರೆ ഇതില് ബിസ പൊറട്ടിരുണ്ട് ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്ജിസത്തെ ഇട്ടിക്കറി ആ ഇറച്ചി ആ മുല്ലെ എന്താക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഇതില് ബിസ പൊറട്ടിരാറ് ചൊന്തു നബിക്ക് അരിപ്പാട്ടി കൊടുത്തു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളൊട്ടിಗೆ അത് തിന്നണ്ട ചൊന്തൽ പിന്നെ നബി എന്താക്കറി ആ യഹൂദിമാരെല്ലാരും വിളിച്ചു കൂട്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസിൽ കാണ്ട് ഇമാം ബുഖാരി ചൊല്ലതായ ആ ഹദീസിൽ ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണ്ട് എന്ದರೆ ലമ്മ ഫുതിഹത് ഖൈബറു ഉഹദിയതു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാത്തുൻ ഫീഹാ സുമ്മുൻ ഖൈബർ യുദ്ധത്തിൽ പിന്നെ ഒരു ബിസ ഉള്ള ഇറച്ചിരെ ആ ഒരു ദാവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കിട്ടിത്ത് അങ്ങനെ അത് നബിക്ക് ബിസ ഉള്ളതിന്റെ പിടിയായി പിന്നെ നബി എന്താക്കിയിട്ട് ഇജ്മഉ ഇലയ്യ മൻ കാന ഹൗനാ മിൻ യഹൂദിൻ ഫജുമിഉ ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊടുള്ള യഹൂദിമാർ എല്ലാവരും ഇങ്ങനെ വിളിച്ചു കൂട്ടർ എല്ലാവരും അങ്ങനെ വിളിച്ചവർ ചൊന്തു സഹാബികളോട് ചൊന്തു അങ്ങനെ സഹാബികൾ എന്താക്കിയാറ് ആ യഹൂദിമാരെല്ലാവരും വിളിച്ചു വന്നാർ ആ യഹൂദികളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് ഒന്നാമത്തേത് എന്ത് ഇന്നി സായിലുകും അൻ ശൈഇൻ ഫഹൽ അൻതും സാദിഖിയ ഇലയ്യ സാദിഖിയ അൻഹു ഞാൻ നിങ്ങളൊട്ടിಗೆ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുறேன் ആ ക്വസ്റ്റ്യനുക്ക് നിങ്ങ സത്യസന്ധമായിട്ട് ആൻസർ ആക്കുறாரா നേര് ചൊല്றாரா ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് കേൾക്കുறது அப்ப யஹூதிமார் சொன்னாரு நான் அதே நாங்க சொல்றோம் நாங்க நேரே சொல்றோம் அப்ப നബി ഫസ്റ്റ് കേട്ട ക്വസ്റ്റ്യൻ എന്തേ ഇതിൽ ബിസ കൂട്ടിറാറണ്ടല്ല ഇതിൽ ബിസ പുറത്തിറാറണ്ടല്ല പിന്നെ നബി ഫസ്റ്റ് കേട്ട ക്വസ്റ്റ്യൻ മൻ അബൂക്കും നിങ്ങൾ അബ്ബാർ ചൊല്ലി യഹൂദിമാരുടെ സ്വഭാവം ഇട്ടിരിക്കുന്നതിന് എല്ലാ ബായ് തുറന്ന് കലവേ ചൊല്றேன் അപ്പൊ ಅದಕ್ಕೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ಹಿಕ್ಮತ್ ಐಟಿಕ್ಕು ഇങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യനിಗೆ ಹಿಂಗ ಆನ್ಸರ್ ಹಾಕ್ರ ಸಮತ್ತ ಆನ್ಸರ್ ಹಾಕ್ರಾರ ಅದಲ್ಲ ಎಂದ್ರೆ ಕಲವು ചൊല്றாரா ചൊന്തു നബി പരിശോധിക്കും അതേപോലെ അതൊരു സൈക്കോളജി ആയിട്ടിരിക്കും എന്തൊരു ചൊന്നെങ്കിൽ ഒരു വിഷയം അങ്ങ് അറിയണുണ്ടായെങ്കിൽ ചിലപ്പോ ചില ക്വസ്റ്റ്യൻ ಬೇರೆ കേട്ടിട്ട് പിന്നെ ആ വിഷയത്തേക്ക് എന്താക്കടെ ബർപ്പാട്ട് അപ്പൊ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് അങ്ങോട്ട് കേട്ട ക്വസ്റ്റ്യൻ എന്ത് മൻ അബൂക്കും നിങ്ങൾ അബ്ബാർ അപ്പൊ അങ്ങ് ചൊന്നാറ് ഞങ്ങൾ അബ്ബ ഇന്നിന്നാള് ചൊന്നങ്ങ ചൊന്നാറ് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ത് കഥപത്തും നിങ്ങൾ കലവ് ചൊന്നി നിങ്ങൾ അബ്ബ ഇന്നാളല്ലേ നിങ്ങൾ ചൊന്ന ആളല്ല അത് ഇന്നിന്നാളല്ലേ അപ്പൊ അങ്ങ് ചൊന്നാറ് സ്വദഖ്ത വബറർത ആ നബിയെ നിങ്ങൾ ചൊന്നത് ആ അബുൽ ഖാസിം ഉണ്ട് നബി ഉണ്ടല്ല ആ അബുൽ ഖാസിം ആ നീ ചൊന്നത് സമ അപ്പൊ നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യനിಗೆ അങ്ങനെന്താക്കിയാറ് കലവ് ചൊന്നാർ നബി നിങ്ങൾ അബ്ബാറ് കേട്ടൊക്കെ ആറമാ ഒരു അബ്ബാക്കിട്ട് അങ്ങ് ചൊന്നാർ അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു നിങ്ങൾ കലവല്ലേ ചൊന്നേ നിങ്ങൾ അബ്ബ ഇന്നാളല്ലേ അപ്പൊ അങ്ങ് ചൊന്ന ആവക്കു നിങ്ങൾ ചൊന്നത് സമ
രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടത് ഹൽ അൻതും സ്വാദിഖിയാൻ ഷൈഇൻ സഅൽതുകും അൻ, நான் உங்கள்கிட்ட ஒரு விஷயம் கேட்கிறேன், நீங்க நேரு சொல்றாரா? ரெண்டாமത്തെ வட்டம் நபி ஸல்லல்லாஹு அலைஹி வஸல்லம் கேக்கு. அப்ப அங்க சொன்னார் நாம் அதே நாம் யா பல்காஸ், அதே நாங்க நேர் சொல்றோம். இனி நாங்க நேர் சொன்னல்லன்ட்டாங்க அங்க சொல்றேன், அங்கமே சொல்றேன். இனி நாங்க நேர் சொன்னல்லன்ட்டாங்க அரஃப்த கதிபனா கமா அரஃப்தஹு ஃபீ அபீனா. நாங்க நேர் சொன்னல்லன்ட்டாங்க நாங்க கலவு சொன்னன்ட்டாங்க. இப்ப நீங்க നിങ്ങൾക്ക് അബ്ബറെ വിഷയ ക്വസ്റ്റ്യൻ കേട്ടപ്പ നിങ്ങൾ എന്താക്കിയാറ്? ഞങ്ങളെ കളവ് പിടിച്ചാറ്. അതേപോലെ നിങ്ങൾക്ക് എന്താക്കാ പിടിക്കാം. അപ്പൊ ഞങ്ങൾ ഇനി നേരെ ചൊല്ലേണ്ട சொன்னார். അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ വട്ടം ഞങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ത് കേട്ടെ? മൻ അഹ്ലുന്നാർ, നരകത്തെ ആൾമാറാർ, നരകത്തെ ആൾമാറാർ. അപ്പൊ അങ്ങ് ചൊന്നാറ് നക്കൂനു ഫിഹാ യസീറൻ, ഞങ്ങൾ ഒരു കുറേ നാള് നരകത്ത് പോവാ ചെമ്മനാലും ദിക്കാലും. സുമ്മ നഖ്ലുഫൂനനാ ഫിഹാ, പിന്നെ ഞങ്ങളെ ബദലുക്ക് നിങ്ങൾ പോണ്ടാർ. ആ യഹൂദിമാര് നബിയോട്ടിക്ക് ചെന്ന പൽക്കേറ്റിക്ക് ഞങ്ങൾ പോണ്ടെങ്കിൽ ഒരു കുറേ നാള് നരകത്തിലിക്കുക, പിന്നെ ഞങ്ങളെ ബദലുക്ക് നിങ്ങൾ ഇട്ടിക്കറാർ നരകത്തിൽ കാലാകാല ഇക്കറങ്ങാ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിയാ ചൊന്നാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഇഖ്സൗ ഫിഹാ, നിങ്ങൾക്ക് നിന്ദനയിട്ടിക്ക് വല്ലാഹി ലാ നഖ്ലുഫുകും ഫിഹാ അബദ, നിങ്ങൾക്ക് ബദലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും ഞങ്ങളെ നരകത്തിക്ക് ഇഡ്ല ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. പിന്നെ മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് വിഷയத்துக்கு ಬಂತು. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ റിപ്പീറ്റ് ആക്കിയിട്ട് ക്വസ്റ്റ്യൻ, நான் ஒரு ക്വസ്റ്റ്യൻ கேட்கிறேன், நீங்க நேரு சொல்றாரா? அப்ப அவங்க சொன்னாரா நான் அதே நாங்க சொல்றோம். அப்ப இதுக்கு ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் ഈ വിഷയം ഞങ്ങളോട് കേൾக்கிறேன். എന്തിരെ ഹൽ ജഅൽതും ഫി ഹാദിഹി ഷാത്തി സുമ്മൻ, നിങ്ങ ഈ ആർഡർ ഇറച്ചിക്ക് ബിസ പൊർട്ടിറാറാ, ഈ ആർഡർ ഇറച്ചിക്ക് പോയിസൺ ഇട്ടറാറാ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കേക്ക്. അപ്പൊ അങ്ങ് എന്താക്കിയാറ്? നേർ ചൊന്ന നാം അതെ ഞങ്ങ ആ ആർഡർ ഇറച്ചിക്ക് എന്താക്കിറ ബിസ പൊർട്ടിറാ. അപ്പൊ നബി കേൾക്കറ മാ ഹമലക്കും അലാ ദാലിക്, നിങ്ങൾ എന്ത് കേട്ട് ഇങ്ങനാക്കു കാരണ, എന്തിന് നിങ്ങൾ ഇങ്ങനാക്കുള്ളേ പ്രേരണ ആക്കി, എന്ത് കേട്ട് നിങ്ങൾ ഇങ്ങനാക്കി? അപ്പൊ അങ്ങ് ചൊല്ലുற ആൻസർ നോക്കൂ. അങ്ങനെ ഒരു എത്ര മാത്രം വലിയ എന്ത് അക്രമിമാർ ചൊന്ന് തങ്ങളെ ആൻസറിലെ ഞങ്ങൾക്ക് പിടിയാവും. അങ്ങ് ചൊല്ലുற ആൻസർ എന്തിന്? ഫഖാലു അങ്ങ് ചൊല്ലുற അറദ്ന ഇൻ കുൻത കദ്ദാബൻ നസ്തരീഹു മിൻക, അബുൽ ഖാസിം നീನು നബി അല്ലാണ്ടായെങ്കിൽ, അതായത് നീ കളവ് ചൊല്ലുற നീ ഒരു നബി അല്ല, അങ്ങനെ ഉണ്ടായെങ്കിൽ നമുക്ക് എന്താക്ക നിണ്ടിൽ നിന്ന് ബച്ചവാവല്ലേ, നിന്റെ കൊന്നിട്ടു നിണ്ടിൽ നിന്ന് നമുക്ക് എന്താക്ക ബച്ചവാവ്. അതല്ല വഇൻ കുൻത നബിയൻ ലം യദുറുക്, അതല്ല നീ നേരായ നബീന്റെ ആയെങ്കിൽ ഞങ്ങൾ ബിസിട്ടെങ്കെന്ത് ബിസിട്ടില്ലെങ്കിൽ നിനക്കെന്തും ഉപദ്രാവില്ല. അതേറ്റിക്കറങ്ങ ചൊന്ന ആൻസർ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു അവസ്ഥ നോക്കൂ. ഇതും അങ്ങനെ കളവ് ചൊന്നേ. ഏത്? ഈ മൂന്നാമത്തേത്, നീ ഒരു നബി അല്ലാണ്ടായെങ്കിൽ നീ മറിക്കിற, അപ്പൊ നിന്റെ നിന്ന് ഞങ്ങൾ ബച്ചവാറു. നീ ഒരു നബിണ്ടായെങ്കിൽ നിക്കെന്താക്കില്ല, അത് ഉപദ്രാക്കില്ല. അത് നബിക്ക് ഉപദ്ര ആക്കിയിട്ടില്ല ചൊന്ത അങ്ങ് നേരിട്ട് നോക്കിയാർ ആയെങ്കും അങ്ങ് ഇസ്ലാം സ്വീകരിച്ചാറാ? ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പൊ അത് വെറുതെ ഒരു കളവേറ്റിക്ക് അങ്ങ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കൊല്ലുകയറ്റിക്ക് പ്രയത്നാക്കിയത്, അങ്ങ് യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കൊല്ലുകയറ്റിക്ക് പ്രയത്നാക്കിയത് മാത്രമാ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ബച്ചവാക്കിത്ത് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നതേറ്റിക്കറ നബിരൊട്ടിಗೆ വാഗ്ദാന കൊടുത്തതേറ്റിക്കറ എന്തിരെ വല്ലാഹു യഅസിമുക മിനന്നാസ്, ആൽമാറിൽ നിന്ന് ഞാൻ നിന്റെ ബച്ചവാക്കറ നബിയെ, നിങ്ങൾ പേടിക്കണ്ട. യാ അയ്യുഹൻ നബിയു ബല്ലിഗു മാ അൻസലല്ലാഹു ഇലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്തിരെ നാസിലാക്കി തന്നറാണ് അത് നിങ്ങൾ ആൽമാർക്ക് എത്തുമാട്ടു. ഫമാ ബല്ലഗ്ത ഫഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, നിങ്ങൾ മീത്തി എത്തുമാട്ടില്ലണ്ടായെങ്കിൽ അത് നിങ്ങൾ എന്താക്കിയിട്ടില്ല, റിസാലത്ത് പൂർത്തിയാക്കിയിട്ടില്ല, നിങ്ങൾ എത്തുമാട്ടി കൊടുക്കും. ഇനി ആൽമാർ നിങ്ങൾ ഉപദ്രാക്കറ വല്ലാഹു യഅസിമുക മിനന്നാസ്, ആൽമാറിൽ നിന്ന് അല്ലാഹു എന്താക്കറ നിങ്ങളെ ബച്ചവാക്കറ, ഞാൻ നിങ്ങളെ ബച്ചവാക്കറ ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ആക്കിയത്. അപ്പൊ ആ ഒരു വാഗ്ദാനം ഇറ്റിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്താക്കിയ പാലനാക്കി. അങ്ങ് കൊല്ലുക പ്രയത്നാക്കിയാറ് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരെ ബച്ചവാക്കിയ. അങ്ങനെ പിന്നെ എന്തായിട്ട് ഈ ബിസപ്പൊർട്ടിയ പെണ്ണുരെ, ആ പെണ്ണുരെ കൊല്ലുല്ലേ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ സഹാബിരൻ കേട്ടാർ, നബിയെ ആ പെണ്ണുരെ നിങ്ങൾ കൊല്ലുല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ലാ ഇല്ല, അവൾക്ക് നാ മാഫാക്കിയ. സുബ്ഹാനല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വഭാവമായിട്ടിക്ക്
റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തുക്ക് കാരുണ്യമായിട്ട് എത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കടത്തിയത്. നബിക്ക് ഉപദ്രാക്യംക്കെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയത്, മാഫാക്കിയത് എത്തിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ നോക്കൊരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറച്ചിക്ക് ബിസയിട്ടിട്ട് കൊല്ലുക പ്രയത്നാക്കി ആ പെണ്ണുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കര്, നാണവൽകു മാഫാക്കി കൊടുത്താണ്ട് എത്തിക്കറി ചൊല്ലു. അപ്പൊ എത്തിക്കറ് ബിശ്ർ ഇബ്നു ബറാ റളിയല്ലാഹു അൻഹു മരിക്കര്. ബിശ്ർ ഇബ്നു ബറാ റളിയല്ലാഹു അൻഹു ഇറച്ചി മുഴുങ്ങി തിന്ത് ആ ഇറച്ചി മുഴുങ്ങിയ കാരണത്തില് ബിശ്ർ ഇബ്നു ബറാ റളിയല്ലാഹു അൻഹു എന്താക്കര്, അവിടെ വെച്ചിട്ട് മരിക്കര്. ആ മരിച്ച കാരണത്തില്, അതായത് അവലെന്താക്കിയാല് ഒരു സഹാബിരെ കൊന്നാൽ, അപ്പൊ കൊന്നതുക്ക് ബദലായിട്ട് അവളിലെ കൊള്ള കയറ്റിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർഡർ ആക്കി. സഹാബികളൊട്ടിക്ക് ಅದಕ್ಕೆ ಬದಲಾಯಿತು. ಅದು ಇಸ್ಲಾಂ ಹುಕ್ಕುಮತ್ತೆ ಇಟ್ಟಿಕ್ಕರು ಅಲ್ಲೇ. ಒರಾಲ್ ಕೊನ್ನೆ ಒರಾಲ್ ಇನ್ನೆಂಟೆ ಇಸ್ಲಾಮಿಕ್ ಭರಣ ಎಂದ್ರಾಕಣು, ಕೊನ್ನೆ ಒರಾಲೆ കൊല്ലണു ചൊല്ലത് ഇട്ടിക്കറ് ഇസ്ലാമിലെ റൂൾസ്. അപ്പൊ ആ ഒരു റൂൾസ് ഉള്ള കാരണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് ബിശ്ർ ഇബ്നു ബറാ റളിയല്ലാഹു അൻഹു കൊന്ന കാരണത്തിൽ അതിക്ക് ബദലായിട്ട് അവളുടെ കൊന്നുത്തൂണ്ടായിട്ടിക്കറ് നമുക്ക് ചരിത്രത്തിൽ കാണാം. അല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപദ്രാക്കിയ കാരണത്തിൽ നബി എന്താക്കിയിട്ടില്ല, ബദൽ എടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിവെഞ്ച് എടുത്തിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലത് കാണാം നമുക്ക് ഹദീസില്, വമാ ഇൻതഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിനഫ്സിഹി, നബിയുടെ ജീവനത്തിൽ ഒർക്കും സ്വന്തത്തിക്ക് വേണ്ടിയിട്ട് ആറൊട്ടിയും റിവെഞ്ച് എടുത്തിട്ടില്ല. ആർക്കും നബിക്ക് ഒരാൾ ഉപദ്രാക്കിയ ചൊന്തൂല്ല ഒരു കാരണത്തില് സ്വന്ത എന്തേ ഒന്നു ഇതാക്കിയ കാരണത്തിൽ നബിക്ക് അത് ബദലായിട്ട് എന്താക്കിയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിവെഞ്ച് എടുത്തിട്ടില്ല. ഇല്ല അൻ തുൻതഹക ഹുർമത്തുല്ലാഹി തആല ഫയന്തഖിമ ലില്ലാഹി ബിഹാ, കാലി അള്ളാഹുടെ മാർഗത്തിൽ അല്ലാണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ദീനുക അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്ന കാരണത്തിൽ ഇങ്ങനെ ശിക്ഷിക്കുന്നു ഇങ്ങനെ കൊല്ലുന്നുണ്ട് അള്ളാഹു ചൊന്നത് ഇങ്ങനത്തല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തുകയായിട്ട് ഓർക്കും എന്താക്കിയിട്ടില്ല, ആറൊട്ടിയും റിവെഞ്ച് എടുത്തിട്ടില്ല ചൊന്തു ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലത് നമുക്ക് സ്വഹീഹുൽ ബുഖാരിൽ കാണാൻ സാധ്യം. അപ്പൊ ഇതേ ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം അല്ലേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ കൊല്ലുകു ഓർഡർ ആക്കിയിട്ട് എന്തുക്ക് ബിശ്ർ ഇബ്നു ബറാ റളിയല്ലാഹു അൻഹു കൊന്ന സബുൽ അല്ലാണ്ട് സ്വന്തത്തിക്ക് വേണ്ടിയിട്ടാവും. അപ്പൊ ഏതായെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്തായിട്ട് ബച്ചവായിട്ട് ബാക്കിന്നെ സഹാബിമാറും ബച്ചവായാർ. മാത്രമാ ആ ഒരു ബിസത്തെ തന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇറച്ചിരെ തിണ്ടിട്ടല്ലേ, ആ തിണ്ടിട്ട് ചവച്ചിട്ടാകുമ്പോഴത്തേക്ക് അതിലെ ബിസത്തെ തന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ബായരുൽക പോയിരു. ആ ഒരു കാരണത്തിൽ പിന്നെ എത്രമാപട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികമായിട്ട് അതെന്തൊക്കെ ആ ബിസ ഉപദ്രാക്കിരുണ്ടെത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ജീവനത്തിൽ നമുക്ക് പിന്നെ കാണാൻ സാധ്യം. ആ ഒരു ബിസത്തെ തന്നീരെ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചൊമ്മ ഉപദ്രായുണ്ട് എന്ത് നബിക്ക് എത്രമാപട്ട പിന്നെ സീക്ക് വന്നു ഇന്ത് ലാസ്റ്റ് 3 വർഷത്തിൽ പിന്നെ ഈ സംഭവമായിട്ട് 3 വർഷത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്ന നേരത്തുക്ക് നബി മരിക്കുന്ന നേരത്തുക്ക് ചൊന്നെന്തരെ അണ്ടത്തിന്റെ ആ ഫുഡ്ഡരെ എഫക്ട് ആയിത്തിക്കറി ഇണ്ടെന്ന കായോണ്ടുള്ളേ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലത് ഇമാം ബുഖാരി റിപ്പോർട്ട് ആക്കുന്ന ഹദീസിൽ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന നേരത്തുക്ക് ചൊല്ലു, യാ ആയിഷ ആയിഷ മാ അസാലു അജിദു അലം അലം മാ അസാലു അജിദു അലം الطعام الذي اكلت بخيبر. ആയിഷ വിളിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറേ, ഖൈബർലത്തിന്റെ ആ ഫുഡ്രെ എഫക്ട് ഇപ്പ നക്കാക്കിയോണ്ടു ആ ഫുഡ്രെ നൊമ്പല നാനിപ്പ അനുഭവിച്ചോണ്ടില്ല. ഫഹാദ അവാനു വജത്തു ഇൻകിതാഉ അബ്ഹരി മിൻ ദാലിക സമ്മി. ആ ബിസത്തെ കാരണത്തില് നന്റെ അബ്ഹർ ചൊല്ലുടെ നർമ്പ് നക്ക് എന്താക്കിയുണ്ട്, അത് വടിഞ്ഞ പോലെ നക്ക് ഫീൽ ആയിട്ടുണ്ട്, അത് കട്ടവറ പോലെ നക്ക് ഫീൽ ആയിട്ടുണ്ട് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലത് കാണും. അബ്ഹർ ചൊല്ലത് അതൊരു നർമ്പ്, അത് എങ്ങനത്തെ നർവ് ചെന്നെങ്കിൽ മുതുളു പണ്ടതായ നർവ് മുതുറെ പിടിച്ചിട്ട് ഹാർട്ടുകൾ ടച്ച് ആവുന്നതായ ഒരു നർവ് അതായിട്ടിക്കറ അബ്ഹർ. ഇംഗ്ലീഷിൽ ചൊല്ലെങ്കിൽ അയോട്ട ചൊന്തുള്ള ആ ഒരു നർമ്പായിട്ടിക്കറ് അബ്ഹർ. ആ നർവ് പൊട്ട പോലെ നമുക്ക് ഫീൽ ആയിട്ടുണ്ട് ചൊന്തു ആയിഷ റളിയല്ലാഹു അൻഹ മരിക്കുന്ന നേരത്തേക്ക് ചൊന്നത് ഹദീസിൽ നമുക്ക് കാണാം. അതെന്ത് ഈ ഖൈബർലത്തിന്റെ ഈ ബിസത്തെ ഫുഡ്ര കാരണത്തിലേറ്റിക്കറ് ചൊന്തയിട്ടിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ട്. അത് കഴിറ്റിക്കറ് ഉലമാക്കന്മാർ ചൊല്ലറേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ഒരു മരിപ്പല്ല, നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തിരെന്തേ ഷഹീദരെ മരിപ്പൈറ്റിക്കറ്. ശുഹദാക്കന്മാരുടെ കൂട്ടത്തിൽ പെട്ടാലേറ്റിക്കറാറ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രമാ യുദ്ധാക്കിയത്, യുദ്ധത്തിൽ നബി മരിച്ചിട്ടില്ലെങ്കും നബി എന്തിന് ഷഹീദേറ്റിക്ക്. കാരണം ആ യഹൂദിയായ പെണ്ണിരെ ബിസത്തെ കാരണത്തിലേറ്റിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കരി. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് ചൊല്ലു വകാന ബഖിയ അഥറുഹാ മാ ദഅഫിഹി ലിമാ യുരീദുല്ലാഹു സുബ്ഹാനഹു മിൻ തക്മീലി മറാത്തിബിൽ ഫദ്ലി കുല്ലിഹാ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ബിസത്തെ അംശ അല്ലാഹു സുബ്ഹാനഹു വ തആല തടിലേ വെച്ച് തിന്ത് എഫക്റ്റ് ആക്കാണ്ട് നബിരെ തടിലേ വെച്ച് തിന്ത് എന്ത് എല്ലാ ഫദ്ലും എല്ലാ മഹത്വം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. അതായത് ദീനുൽ ഇസ്ലാമും അതേപോലെ നബിക്ക് കിട്ടണായ സ്ഥാനം എന്തെല്ലാം ഉണ്ട് അതെല്ലാം കിട്ടിട്ടായാൽ പിന്നെ അല്ലെ ഈ ഖൈബറല്ല അയൽ പിന്നെ ഇട്ടിക്ക് എന്താക്കുക മക്ക വിജയമെല്ലാം ഉണ്ടാവുക. അപ്പൊ ആ മക്ക വിജയം അതേപോലെ ബാക്കിയുള്ളതെല്ലാം കിട്ടുക അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയിട്ട് ആ തടില് ബിസത്തെ അങ്ങനെ ബാക്കി വെച്ചത്. ഫലമ്മ അറാദല്ലാഹു ഇക്റാമുഹു ബിശ്ശുഹദാ അങ്ങനെ ലാസ്റ്റ് ബിശ്ശഹാദ അങ്ങനെ ലാസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഹാദത്ത് കൂലി കിട്ടണു ചൊന്തു ഉദ്ദേശിച്ചപ്പ ളഹറ തഅസീറു ദാലിക അൽഅസറിൽ കാമിൽ മിനസ് സും അങ്ങനെ ടിക്ര് ആ ബിസത്തെ പിന്നെ എഫക്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് അനുഭവിപ്പിക്കൂ കൊടുത്തേ. അങ്ങനെ ടിക്ര ആ ബിസ പിന്നെ യാറായിട്ടാകുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിരെ 63ാമത്തെ വയസ്സിൽ മരണപ്പെടുക കാരണമായി ചൊല്ലുന്നത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് ചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധ്യവും. അപ്പൊ ഏതായെങ്കിലും ഖൈബറിൽ പിന്നെ ഖൈബറിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നത് നമുക്ക് ചരിത്രത്തിൽ കണ്ട്. അങ്ങനെ ഖൈബറിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങ പോയി ജാഗേത് അവിടെ മുട്ടത്തുലുള്ള ഫദക്ക് ചൊല്ല് പ്രദേശത്ത് കയറ്റിക്കറ് പിന്നെ മുസ്ലിമീങ്ങ പോണ്ടി. ഖൈബർ വിജയിച്ചാൽ പിന്നെ മുസ്ലിമീങ്ങ പോണ്ടിയോടേക്ക് ഫദക്ക് അവിടെ മുട്ടത്തിലുള്ള ഒരു ജാഗ ഇട്ടിക്കറ് ഫദക്ക്. ആ ഫദക്ക് ചൊല്ലുന്ന ജാഗയിലും യഹൂദിമാർ ഇന്നാറ്. അങ്ങനെ അവിടെ പോയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പ ഈ ഫദക്കിലുള്ള യഹൂദിമാർ നബിമാര് സഹാബിമാരുള്ള കണ്ടപ്പമേ അങ്ങെന്താക്കിയാറ് സറണ്ടർ ആയ അപ്പമേയുള്ള സറണ്ടർ ആയിട്ട് പിന്നെ അവിടെ നബി എന്താക്കി തോറ് കരാറാക്കിത്ത് നിങ്ങളുടെ നിക്കോರು കൃഷിയാക്കರು ಮಾತ್ರ ಇದರ ಲಾಭ മദീനത്തിക്ക് എത്തുപാട്ടൊന്നും ചൊന്തുല്ലേ ആ ഒരു കരാർ അതായത് ഖൈബറിലാക്കി അതേപോലത്തെ കരാറ് ഫദക്കിലുള്ള ആൾമാരൊട്ടിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കി. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയോ നബിയും സഹാബിരങ്ങ പോയോ വാദിൽ ഖുറ ചൊല്ലുന്ന ജാഗിക ഇട്ടിക്ക്. ആ വാദിൽ ഖുറ ജാഗിക അവിടുള്ള യഹൂദിമാരൊട്ടിಗೆ ചെറിയ നംതുലുള്ള ഒരു എന്തായിട്ട് ഫൈറ്റ് ആയിട്ട് ചെറിയ നംതുലുള്ള ഒരു യുദ്ധ ആയിട്ട് വാദിൽ ഖുറ അവിടെ ചെറിയ നംതുലൊരു യുദ്ധ ആയപ്പ ആ യുദ്ധത്തിൽ മിദ്അം ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമയുണ്ട്. അയാള് ആ യുദ്ധത്തിൽ മരണപ്പെടും. അയാളുടെ ആ യുദ്ധത്തിൽ മിദ്അം ചൊല്ലുന്ന ആള് മരണപ്പെടും. അപ്പൊ ഇയാൾ മരണപ്പെട്ടപ്പോ ബാക്കിന്റെ സഹാബിരങ്ങ ചൊന്നാറ് ഹനി അല്ലഹു ഷഹാദ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലെ അയാൾക്ക് എന്തൊരു ഭാഗ്യ അയാള് ഷഹീദൈത്തല്ലേ അയാള് രക്തസാക്ഷി ಐತല്ലേ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയാറ് സഹാബിരങ്ങ ചൊന്നാറ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു പൽക്ക ചൊല്ലു കല്ല ഇല്ല വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഫ്സ് ആരുടെ കയ്യിലുണ്ട അവനൈതിക്ര സത്യ എന്തിരെ ഇന്ന ശിംലത ലതൽതഹിബു അലൈഹി നാറൻ ഈ മനുഷ്യ ഈ മിദ്അം ചൊല്ലുന്ന ഈ ആള് അയാളുടെ മേൽ ഖബറിൽ എന്താവു തീരെ പട അയാൾക്ക് പൊതിക്കരു അയാളുടെ മേൽ തീരെ പട ഇടറ് തീരെ ഒല്ലി അയാൾക്ക് ഇടപെടറ് എന്ത് കേട്ട് അയാൾക്ക് അങ്ങനത്തെ ഒരു ശിക്ഷ ഖബറിലുള്ള ഉണ്ടാവുകയുള്ള കാരണം അഖദഹ മിനൽ ഗനാഇമി യൗമ ഖൈബറൻ ലം തുസിബഹ അൽ മഖാസിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ഖൈബറിലെ ആ ഒരു പട അയാൾ എന്താക്കി തിന്ത് ഖൈബറിന്റെ ഗനീമത്ത് സ്വത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂഷൻ ആക്രേക്ക് മുന്നലേ ഇയാൾ ഒരു പട എന്താക്കി തിന്ത് കട്ടെടുത്ത് തിന്ത് ഖൈബറിന്റെ ഗനീമത്ത് സ്വത്തിൽ നിന്നുള്ള ഒരു പട അവിടെ കേക്കാണ്ടെ ഇയാള് കട്ടെടുത്ത് തിന്ത് അങ്ങനെ സബലൈറ്റിക്കര് എന്താക്കി ഇയാൾക്ക് ഖബറിൽ ശിക്ഷ ഉണ്ട് ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് ചൊല്ലു. സുബ്ഹാനല്ലാഹ്, ഇത് ഗൗരവമായിട്ട് നിങ്ങൾ പേടിക്കനായ ഒരു വിഷയത്തിൽ ഒരാള് ശത്രുമാരുടെ കയ്യിൽ മറിച്ചിട്ട് ഷഹീദായ ആള് അയാള് ഗനീമത്ത് സ്വത്ത് നിന്നിട്ട് ആ ഒരു കട്ടെടുത്ത സബലൈറ്റിക്കര് ഖബറിൽ ശിക്ഷ ഉണ്ട് ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നര്.
ഇത് കേട്ടപ്പോ ഫസിയന്നാസ്, മനുഷ്യന്മാരെല്ലാം പേടിച്ച. അങ്ങനെ ഒരാൾ വന്ന്, അയാള് ഒരു ചെറുപ്പ് പിടിച്ച വന്ന്, അല്ലെങ്കിൽ രണ്ട് ചെറുപ്പ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിലെന്തുണ്ട് കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ ഇട്ടിക്കർ ഒരു ചെറുപ്പ അല്ല രണ്ട് ചെറുപ്പ അയാൾ എന്താക്കിയിട്ട് പിടിച്ചോ വന്ന്. ഫഖാല യാ റസൂലല്ലാഹ് അസബതു യൗമ ഖൈബർ. അല്ലാഹുവിന്റെ റസൂലെ, ഇതു നാണ് കേൾക്കാൻ എടുത്തതായ രണ്ട് ചെറുപ്പ ഇട്ടിക്കർ ചൊന്ത അയാൾ എന്താക്കിയിട്ട് ആ ചെറുപ്പ് റിട്ടേൺ കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, ശിറാകു മിൻ നാരിൻ ഔ ശിറാകൈനി മിൻ നാർ. അതെ, അങ്ങനെ കട്ടെടുത്ത് തിന്നിരെങ്കിൽ അത് നരകത്തെ ചൊറുപ്പാവാത്ത, നിക്ക് തീരെ ചൊറുപ്പാവാത്ത ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എന്താക്കിയിട്ട് അയാൾക്ക് പടിപ്പാടി കൊടുത്തു. അപ്പൊ നോക്കൂ, ഇത് ഗൗരവമായിട്ട് പേടിക്കണ ഒരു വിഷയം. അത് കേട്ടിട്ട് ഉലമാക്കന്മാർ ഈ ഹദീസ് വിശദീകരിച്ചോളേ, ഗനീമത്ത് സ്വത്തിൽ നിന്ന് ഒരാള് കട്ടെടുത്തിണ്ടായി അല്ലെങ്കിൽ കേൾക്കാണ്ട് എടുത്തിണ്ടായെങ്കിൽ അത് വലിയ തപ്പായിട്ടിക്ക് കബായിർ ദുനൂബ്, ചെറിയ തപ്പെന്തോ അല്ല. ಅದರೊಟ್ಟಿಗೆ ಉಲಮಾಕന്മാർ ചൊല്ലുന്നത് ബൈത്തുൽ മാൽ പൊതുവായിട്ടുള്ള മുസ്ലിമീങ്ങ എല്ലാവരും യൂസ് ആക്കുന്നതായ ഒരു ബസ്തരെ സ്വന്തത്തുകയിട്ട് യൂസ് ആക്കിയിട്ടായെങ്കിൽ ഇതേ ശിക്ഷ ഇട്ടിക്കർ ഖബറിൽ കിട്ടോകൊണ്ടി അല്ലേ. ഒരാൾ വഖഫാക്കിയ ജാഗ, ഒരാൾ വഖഫാക്കിയ പള്ളി, ഒരാൾ വഖഫാക്കിയ പള്ളിയിൽ എന്തെങ്കിലും ഖുർആന അല്ലെങ്കിൽ അള്ളാഹുടെ മാർഗത്തിൽ വഖഫാക്കിയത് എന്തും പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ യൂസ് ആക്കിയിട്ടായെങ്കിൽ ഖബറിൽ അത് തീയായിട്ട് പണ്ട് ചൊല്ലതായിട്ട് ഉലമാക്കന്മാർ വിശദീകരിക്കും. ഉണ്ട് വഖഫിന്റെ വിഷയത്തിൽ ഞങ്ങളുടെ രാജ്യത്തിൽ എന്തെല്ലാം ചർച്ച എന്നുണ്ട്. ഈ ചർച്ച പറവുള്ള കാരണം കുറെ ആൾമാർ വഖഫിനെ പേഴ്സണലി ആയിട്ട് യൂസ് ആക്കി ഉള്ളാറ് ചൊല്ലുന്ന കാരണത്തിലേക്ക്. അപ്പൊ എത്ര ഗൗരവപ്പെട്ട വിഷയം, അതൊരു ജാഗയെങ്കും അതൊരു പള്ളിയുടെ ബസ്തായെങ്കും ഞങ്ങൾ ഓർക്കും പൊതുവായിട്ട് മുസ്ലിമീങ്ങൾക്ക് വഖഫാക്കിയ ഒരു വിഷയത്തെ അതിൽ ഞങ്ങൾ സ്വന്തം പേഴ്സണലായിട്ട് ഞങ്ങൾ യൂസ് ആക്കുക തീരാ ചൊല്ലതേ ടിക്കറ് ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ. അതേപോലെ ഒരാളുടെ കയ്യിലുള്ള ബസ്ത് വഞ്ചനാക്കിയിട്ട് കട്ടെടുത്തിട്ട് ഞങ്ങൾ അത് യൂസ് ആക്കിയ അതും ഇതേപോലത്തെ ശിക്ഷക്ക് കാരണമാവും ചൊല്ലുന്ന വിഷയ ഞങ്ങൾ മനസ്സിലാക്കും അല്ലേ. ഇണ്ട് ജാഗയ്ക്ക് വേണ്ടിയിട്ട് ഔത്ര ജാഗയ്ക്ക് വേണ്ടിയിട്ട് എത്ര ആൾ ഗലട്ടാക്കുക, അത് ഡോങ്കിയാക്കിയിട്ട് എടുക്കണമെങ്കിൽ എത്ര ഉള്ളാർ, വഞ്ചനാക്കിയിട്ട് എടുക്കണമെങ്കിൽ എത്ര ഉള്ളാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എന്തൊരു ചൊല്ലുന്നു, വമൻ യഗ്ലുൽ, ആറ് വഞ്ചനാക്കിയിട്ട് ഒരു ബസ്തി എടുത്താണ് യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലുണ്ട് ആ വഞ്ചനയുടെ ബസ്തായിട്ട് അവൻ ബണ്ട. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഒരാളും അന്യായമല്ലാത്ത രൂപത്തിൽ, ഇൻജസ്റ്റിസ് അല്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് എല്ലാവർക്കും അങ്ക് തക്കതായ പ്രതിഫലം അല്ലാഹു എന്താക്കുക, അതക്ക് തക്കതായ പ്രതിഫലം കൊടുക്കുക. അപ്പൊ അത് കഴിച്ച് ഞങ്ങളുടെ കയ്യിലുള്ള ഒരു ബസ്ത് ഇത് അന്യായമായിട്ട് ബന്ധരമാ അതല്ല ന്യായമായിട്ട് നാ സമ്പാദിച്ചിരമാ ചൊല്ലത് ഗൗരവമായിട്ട് ഞങ്ങൾ പേടിക്കനായ ഒരു വിഷയ ടിക്കറ് അതേ ടിക്കർ ഈ ഒരു സംഭവത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. അങ്ങനെ പിന്നെ എന്തായിട്ട് അവിടെ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ട് അങ്ങനെ പിന്നെ ലാസ്റ്റ് വാദിൽ ഖുറത്തോ ആ യഹൂദിമാർ അങ്ങോട്ടേക്ക് യുദ്ധമായിട്ട് ആ വാദിൽ ഖുറത്ത് യഹൂദിമാരൊട്ടിക്ക് യുദ്ധമായിട്ട് അങ്ങെന്താക്കിയാർ അങ്ങും അവിടെ സറണ്ടർ ആയാർ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിങ്ങൾക്ക് ചൊമ്മ ഗനീമത്ത് സ്വത്ത് കിട്ടിയിട്ട് അവിടെ അങ്ങോട്ടേക്ക് ഒരു കരാറാക്കിയിട്ട് അങ്ങനെ പിന്നെ എന്താക്കിയിട്ട് അവിടെ വാദിൽ ഖുറല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ നാല് അവിടെ തെച്ചാറ്. അങ്ങനെ അതിൽ പിന്നെ അങ്ങെന്താക്കാറ് അവിടെ മദീനത്തേക്ക് റിട്ടേൺ പോകേണ്ട പ്ലാൻ ആക്കാറ്. അങ്ങനെ പിന്നെ അവിടെ മദീനത്തേക്ക് റിട്ടേൺ പോണ്ടാറ്. ആ റിട്ടേൺ പോകേണ്ട തെരുളു സദ്ദു സ്വഹബ അല്ലെങ്കിൽ സദ്ദു റൗഹ ചൊല്ലുന്ന ജാഗ്യത്തിയപ്പ സഹാബിരങ്ങ എന്താക്കിയാറ് അവിടെ ഇരിഞ്ഞാറ്. അവിടെ ഇരിഞ്ഞിട്ട് അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു ടെന്റ് നബികായിട്ട് സഹാബിരങ്ങ ഉണ്ടാക്കിയാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകും സഫിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധയിൽ പിന്നെ എന്താക്കി മങ്ങിലായിരുന്നു ഞങ്ങത് ചരിത്ര ചൊന്ന. അപ്പൊ പുതിയ പെണ്ണ് പുതിയാമ്പിലേക്ക് ചൊന്തു സഹാബിമാർ എന്താക്കിയാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകും സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ടെന്റ് എല്ലാം ഉണ്ടാക്കിയാറ്. അതേപോലെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൈസ് ചൊന്തുള്ള ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് സഹാബിരങ്ങൾക്ക് എന്താക്കിയിട്ട് വലിമയായിട്ട് കൊടുത്തു. സഹാബിരങ്ങൾക്ക് വലിമ കൊടുത്തു. അവിടെ ഹൈസ് ചൊല്ലുന്ന ഫുഡ് ഗോധി അതേപോലെ നെയ്യ് പാലെല്ലാം മിക്സ് ആക്കിയിട്ട് ഈത്തപ്പാലെല്ലാം മിക്സ് ആക്കിയിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു ഫുഡ് ആയിട്ടിക്കറ് ഹൈസ് ചൊല്ലുന്ന ഫുഡ്. ആ ഫുഡ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിരങ്ങൾക്ക് അവിടെ വലിമായിട്ട് കൊടുത്തു. 3 നാൾ അവിടെ ഇന്നാറ്. ആ 3 നാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താക്കിയിട്ട് വലിമ കൊടുത്തുകൊണ്ടേറ്റിക്കറ് നമുക്ക്
മനസ്സിലാക്കുക സാധ്യമാണ്. അങ്ങനെ കൂടെ ആ ടൈമിൽ ആ സദ്ദു സൊഹബ ചൊല്ലിന്റെ ജാഗിൽ ഇക്കുന്ന സന്ദർഭത്തിൽ ഓർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ റളിയല്ലാഹുവിനുടെ മുഖത്തിൽ, സഫിയ റളിയല്ലാഹുവിന്റെ കണ്ണിരക്കിയിൽ ഒരു കല കാണും. നബിക്ക് ഒരു കല, ഒരു കല അത് കാണും, ഒരു ബ്ലാക്ക് കല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കു സഫിയ റളിയല്ലാഹുവിനോട്, ഇതെന്തിരി ഇത് കല? അപ്പൊ സഫിയ റളിയല്ലാഹു ചൊല്ലു, നാന് അവിടെ ഇരിക്കുമ്പോ ഹൈബറിലിരിക്കും, അതായത് കിനാനറെ പെഞ്ഞയായിട്ടിക്കുന്ന സന്ദർഭത്തിൽ സഫിയ റളിയല്ലാഹു മുന്നത്തെ മാപ്പിലേറ്റിക്കാറ് കിനാന. അപ്പൊ ആ അവിടെ ഹൈബറിൽ ഇക്കുന്ന സന്ദർഭത്തിൽ ഒർനാൾ നക്കൊരു കിനാവ് കണ്ടെത്തി. സഫിയ റളിയല്ലാഹു ചൊല്ലു, ഒർനാൾ നക്കൊരു കിനാവ് കണ്ടെത്തി. ആ കിനാവ് എന്തൊരു ചൊന്നെങ്കിൽ ആകാശത്തെ ചന്ദ്ര അതിങ്ങനെ പൊട്ടിട്ട് നന്റെ മടിಗೆ കീൽ ಬೀಳ್றது, അത് കീൽ ബുന്ത് നന്റെ മടിಗೆ ಬೀಳ್றது നക്ക് കിനാവ് കണ്ടെത്തി. അങ്ങനെ ഈ കിനാവ് ഞാൻ എന്താക്കിയ പിത്യാണ്ട് സുബൈക്ക് കിനാന റൊಟ್ಟಿಗೆ ನಾ ಚೊನ್ನೆ, ಮಾಪ್ಲೆ ಕಿನಾರ ರೊಟ್ಟಿಗೆ ನಾ ಚೊನ್ನೆ. ಕಿನಾನಗೆ ಕಿನಾವ್ರೆ ವ್ಯಾಖ್ಯಾನ ಬಿಡಿಂತ ಡ್ರೀಮ್ರೆ ವ್ಯಾಖ್ಯಾನ മുന്നൽത്തെ ആൾമാരല്ല ഈ കിനാവുരെ വ്യാഖ്യാനല്ല എന്താക്കി ഇന്നാറ് പഠിച്ചു ഇന്നാറ്. അപ്പൊ ഇയാൾക്ക് ആ കിനാവുരെ വ്യാഖ്യാന പിടിയിತ್ತು. അപ്പ ഇയാൾ എന്താക്കിತ್ತು, മുഖത്ത് കുറെ അടി അടിച്ചിട്ട് സഫിയ റളിയല്ലാഹുവിന്റെ മുഖത്ത് കടിച്ചിട്ട് കേൾക്കുന്നെಂದ್ರೆ യസ്രിബರ ರಾಜಾವರೆ ನೀನು ಆಸೆ ಬೆಚ್ಚಿ ಜಚ್ಚಿದಮಾನ್. യസ്രിബರ ರಾಜാവരെ ആസെ വെച്ചത്. യസ്രിബ രാജാവാറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. യസ്രിബ് ചൊന്നെങ്കിൽ മദീനത്തെ മുന്നൽത്തെ പേര്. അപ്പൊ മദീനത്തെ രാജാവരെ നീನು ആസെ വെച്ച് തെച്ചിരമാ. അപ്പൊ ആ കിനാവുര സൂചന എന്തിനെ ചൊന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹരെ മങ്ങിലാവുക പോണ്ടു ചൊല്ല ഒരു സൂചന തിന്ത് ചൊല്ലത് ടിക്കറ് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധ്യമാണ്. അപ്പൊ ഇത് സദ്ദു സുഹബ ചൊല്ല ആ ഒരു ജാഗിൽ നടന്നതായ സംഭവമായിട്ടിക്ക്. അങ്ങനെ പിന്നെ അങ്ങ് അവിടെ എന്താക്കിയാറ്, പിന്നെ മദീനത്തേക്ക് പോയാറ്. ആ മദീനത്തേക്ക് പോകേണ്ട സന്ദർഭത്തിൽ പിത്യാണ്ട് സുബൈക്ക് സഫിയ റളിയല്ലാഹു തെല്ല് കുറുതു, അയിമ തെല്ല് കുറുതു. അപ്പൊ ಒಂಟಿಗೆ 10 കൈമക് ആവില്ല, ദെച്ചുത്തുള്ള ಒಂಟಿಗೆ 10 കൈമക് ആവില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് ചൊന്നെങ്കിൽ അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലുറേ, ഫറഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹവ്വി അലഹാ വറാഅഹു ബിഅബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് സഫിയ റളിയല്ലാഹുവിന്റെ മേൽക്ക് ഒരു തുണി ഇട്ടിട്ട്, ഒരു അബയ ചൊല്ലില്ലേ, ഒരു വലിയ തുണി ഫുൾ കവർ ആക്കിയ തുണി ചൊന്നെങ്കിൽ 19 കാല് കാണോ തീരാ ചൊല്ലേ രൂപത്തിലുള്ള ഒരു ഡ്രസ് ഇട്ടിട്ട് സുമ്മ യജ്ലിസ് ഇൻദ ബഈരി. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വണ്ടര മുട്ട തെച്ചിട്ട് ഫയല റുക്ബത്തോ, എങ്ങനെ തെച്ച്, മുട്ടുകാലിങ്ങനെ കാട്ടിട്ട് ഒരു കാലിങ്ങനെ മുട്ടിൽ തെച്ചിട്ട് പിന്നെ ഒരു കാലിങ്ങനെ തൊടമേലാക്കിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തെച്ചിട്ട് ഫതല സഫിയത്തു റിജ്ലഹ അല റുക്ബതി ഹത്താ തർകബ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടുകാലിക്ക് സഫിയ റളിയല്ലാഹു അൻഹ കാൽ വെച്ചിട്ട് പിന്നെ ടിക്കറ് സഫിയ റളിയല്ലാഹു അൻഹ വണ്ടര മേലുക്ക് പറ്റി തേക്കില്. അപ്പൊ ഇതിലുള്ള നമുക്ക് മനസ്സിലാവുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം പെഞ്ഞൈമാരെ കേറാക്കിയോ എന്ന് ചൊല്ലത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യവും അല്ലേ. ഒരു മാപ്പിള പെഞ്ഞായി പോകുമ്പോഴത്തേക്ക് ആ പെഞ്ഞേര് എത്രത്തോളം കേറാക്കുന്നു ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതരിൽ നമുക്ക് കാണാൻ സാധ്യവും അല്ലേ. സഫിയ റളിയല്ലാഹു അൻഹ 10 കാവാത്ത സബുൽ നബി ഇങ്ങനെ മുട്ടുകാലിങ്ങനെ കാട്ടിട്ട് കൊടുക്കേ. അപ്പൊ ആ മുട്ടുകാലിങ്ങനെ പറ്റിട്ട് ആറ് സഫിയ റളിയല്ലാഹു അൻഹ കാൽ വീക്കില്, ആരുടെ കാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരമേ കയറ്റിക്ക് കാൽ വയ്ക്കില്ല, അങ്ങനെ കാൽ വെച്ചിട്ട് ദയിക്കല്. അപ്പൊ ഇതല്ല നബിരെ പെഞ്ഞൈമാരൊട്ടിಗೆ കാട്ടുന്നതായ ആ സ്വഭാവത്തിൽ ഉലമാക്കന്മാരെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യട്ടിക്കല് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. പെഞ്ഞൈമാരൊട്ടിಗೆ നല്ല രീതിയിൽ നല്ല സ്വഭാവത്തിൽ ഇക്കണു ചൊല്ലതും ഇതിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യവും. അങ്ങനെ പിന്നെ അങ്ങ് എന്താക്കിയാറ്, ആ വണ്ടിൽ വെച്ചിട്ട് മദീനത്തേക്ക് പോയാറ്. അങ്ങനെ മദീനത്തേക്ക് മുട്ട പറയുമ്പോഴത്തേക്ക് ഉഹുദ് ഗുഡ്ഡ കാണുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉഹുദ് ഗുഡ്ഡ കാണുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പം മദീനത്തേക്ക് മുട്ടായെങ്കിൽ ആ ഉഹുദ് ഗുഡ്ഡ കാണുമ്പോൾ അവിടെ ആ ഉഹുദ് വിഷയത്തിൽ നബി പോതിറതും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വേണ്ടി ദുവാർക്കറുതല്ല നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യത. അങ്ങനെ അവിടെ മുട്ടാകുമ്പോഴത്തേക്കും എന്തായിട്ട് നബിയും അതേപോലെ സഫിയ റളിയല്ലാഹു അൻഹ ഇങ്ങനെ തെച്ച വണ്ട കീൽ ബീಳ್ರಿ, അങ്ങനെ ಅದರ ಕಾಲಿಗೆ ಮಡಗಿಟ್ಟು ಅದೆಂದ ಅವಳು ಬೂಳ್ರು. അങ്ങനെ ബൂന്നപ്പ ഇങ്ങ ജണ്ടാലും ബൂൾറാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹ കീൽ ബൂൾറാർ. അങ്ങനെ കീൽ ബൂന്നപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താക്കറ്, ಬೇಗ അയാളുടെ കയ്യിലുള്ള ഒരു തട്ട മുഖത്തിക്ക് ഇട്ടു, അയാളുടെ മുഖത്തിക്ക് ഇട്ടു. നോക്കൂ എന്തിക്ക് സഫിയ റളിയല്ലാഹു അൻഹരെ ഔറത്ത് കാണുക തീരാച്ചുള്ള രൂപത്തിൽ
ಅಬೂಬಕರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಎಂದಾಕ್ರಿ ಬೇಗ ಅಯಲ್ನ ಮುಗತ್ತಿಗೆ ಒಂದು ತಟ್ಟಿಡ್ರಿ, അങ്ങനെ പിന്നോർ തട്ടിന്ത് ആ പിന്നോർ തട്ടത്തെ സഫിയ റളിയല്ലാഹു അൻഹ മേൽകിട്രു. അപ്പൊ ഇതെല്ലാം അങ്ങ് ജാഗ്രത ആക്കി ഒരു പെണ്ണിന്റെ ഔറത്ത് കണ്ണുക്ക് കാണാണ്ടിക്കോകു സഹാബിറങ്ങ് എത്രത്തോളം ജാഗ്രത ആക്കി ഇന്നാറ് ചൊല്ലുന്നതും നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധ്യവും. അങ്ങനെ പിന്നെ നബിരെ വൈത്തിത്ത്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ റളിയല്ലാഹു അൻഹറും വൈത്തിത്ത്. ഈ വിഷയം പിന്നെ മദീനത്തിലല്ല അവിടെ എത്തിത്ത്. ഏത് ഈ വണ്ടിയുടെ കീഴ് മൂന്നതും ഇതല്ല. അപ്പൊ നബിരെ ബാക്കിന്റെ പിന്നെമാറ് അങ്കല്ലെങ്കിൽ ഫസ്റ്റ് കേന്ദ്ര ഈ ഖൈബറിൽ സഫിയ റളിയല്ലാഹു അൻഹയുടെ മങ്ങിലായത് ഫസ്റ്റിಗೆ ഇഷ്ടമായിട്ടില്ല. അതങ്ങനെ രണ്ട് മൂന്ന് പെഞ്ഞയും ഞങ്ങൾക്കല്ല പരസ്പരം എന്തിനാ ഇട്ടിക്കറ്, അതൊരു നഞ്ച് അതെല്ലാം ഇക്കറ്. അപ്പൊ ഖൈബറിൽ സഫിയ റളിയല്ലാഹു അൻഹയുടെ ഒരു സൂചന ഇല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങിലായത് അതേ അങ്കെന്താ ഇട്ടില്ല, അതൊരു പിടിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പോലത്തെ പെഞ്ഞൈമാർക്ക് ചമ്മ അതിലൊരു എന്തിട്ട് ബേജാറില്ല. അപ്പൊ ഈ കീഴുപൂന്ന വിഷയം കിട്ടിയപ്പം അങ്ങ് ചൊന്നറിന്തേ ഒരു യഹൂദി അവള് വന്നാല് നബിരെ കീഴിട്ടാള്. അങ്ങനെ സമയത്ത് അങ്ങ് ചൊന്നാറ് ചൊന്തയിട്ടിക്ക് നമുക്ക് ചരിത്രത്തിലുള്ള കാണാൻ സാധ്യത. ചൊന്നെങ്കിൽ അതല്ല മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു ചെറിയ ചെറിയ ഒരു ഇതായിട്ടിക്കറ്. അപ്പൊ അങ്ങനെ ആ ഒരു സംഭവം ഈ മദീനത്തുക്ക് മുട്ടാകുമ്പോഴത്തേക്കും ആ ഒരു സംഭവം നടന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യവും. ഏതായാലും സഫിയ റളിയല്ലാഹു അൻഹയുടെ വിഷയം ഞങ്ങളുടെ ചൊന്ന വിഷയത്തിൽ സഫിയ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ രണ്ട് മൂന്ന് വിഷയം ഞങ്ങൾ മനസ്സിലാക്കൂല്ല എന്ന് ചൊന്നെങ്കിൽ ഇതേ സഫിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് തെറ്റിട്ടിക്കുമ്പോഴത്തേക്കും അവർക്ക് വിസിറ്റ് ആക്കുവാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ തിങ്കളിൽ ഏത്തിക്കാഫ് തെച്ചോയിന്റ്. അപ്പൊ ഏത്തിക്കാഫ് ദയിക്കുമ്പോഴത്തേക്കും പെഞ്ഞൈമാർ എന്താക്കി വന്നാറ് നബിരെ വന്ന് വിസിറ്റ് ആക്കി വന്നാറ്. അപ്പൊ അങ്ങനെ പെഞ്ഞൈമാർ അങ്ങ് പറയുമ്പോ ഒരു മഹറമരെ വിളിച്ചോണ്ട് അങ്ങ് പള്ളിക്ക് പണ്ടാറ് നബിരെ വിസിറ്റ് ആക്കുറാറ്, സുഖ ദുഃഖല കേൾക്കാറ്. പിന്നെ അങ്ങ് ആ മഹറമറൊട്ടിക്കുമേ റിട്ടേൺ കൊണ്ടാറ്. മാത്ര സഫിയ റളിയല്ലാഹു അൻഹക്ക് മഹറമായിട്ട് ആരുമില്ല. സഫിയ റളിയല്ലാഹു അൻഹ ഒരു യഹൂദി പെണ്ണൈത്തിക്ക്. അപ്പൊ മദീനത്തിൽ ആറും കുടുംബത്തങ്ങ് ആറുമില്ല. അപ്പൊ സഫിയ റളിയല്ലാഹു അൻഹ നബിരെ മുട്ട ബണ്ട് വിസിറ്റ് ആക്കറ്, സുഖ ദുഃഖല കേൾക്കറ്. മാത്ര റിട്ടേൺ ഔത്ത് പോകുമ്പോഴത്തേക്കും മഹറം ഇല്ലാത്ത സബലു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കറ് ഖുദ്ദു നബിയെ ഔത്തുക്ക് വിടുകയിട്ട് നബി ഒട്ടിಗೆ പോകുന്നു. അങ്ങനെ ആ ഒട്ടിಗೆ പോകേണ്ട സന്ദർഭത്തിലേറ്റിക്കറ് രണ്ട് സഹാബിരങ്ങ എതിർಲು പാസ്സാവരെ. അപ്പൊ എതിർಲು പാസ്സായപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ചൊന്തു അല റജുലിക്കുമ നിക്കോರು ഞബർ. അങ്ങനെ ആ രണ്ട് സഹാബിരങ്ങളെ ഇപ്പറ വിളിച്ചിട്ട് ചൊന്തു ഇത് നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിക്കറ, ഇത് നന്റെ പെഞ്ഞായി സഫിയ റളിയല്ലാഹു അൻഹ ഇത്തിക്ക്. അപ്പൊ അങ്ങ് കേട്ടു സുബ്ഹാനല്ലാഹ് നബിയെ നിങ്ങളുടെ വിഷയത്തിൽ തപ്പ് ധരിക്കലമ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുക ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദം. ശൈത്താന് ഒരു മനുഷ്യരെ ചാറല് സഞ്ചരിக்கிறവനെ ഇത്തിക്കറ. ഇപ്പല്ലെങ്കും പിന്നെന്താക്കുക നിങ്ങളുടെ മനസ്സിക്ക് ഡൗട്ട് ഇട്ട് തുറവ. അപ്പൊ ആ ഡൗട്ട് ക്ലിയർ ആക്കുക ഇട്ടിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നന്റെ പെഞ്ഞായി സഫിയ റളിയല്ലാഹു അൻഹ ചൊന്തു കാട്ടിക്കൊടുക്കുക. അപ്പൊ ഇതിൽ നമുക്ക് പഠിക്കുമ്പോൾ ഒരു പാട്ടുണ്ട് എന്തിരെ ഞങ്ങളുടെ ജീവനത്തിൽ ഞങ്ങൾ ഒരു സ്വറാക്കുമ്പോൾ ബാക്കി ഞങ്ങൾക്ക് ഡൗട്ട് ആവുന്ന പോലത്തെ ഒരു സ്വര ഞങ്ങൾ ആക്കൂ തീരാ. അത് ഞങ്ങൾ എപ്പം ജാഗ്രത ആക്കും. കുറിയാൽമാർ വിചാരിക്കുന്ന നന്റെ മനസ്സിലുള്ളത് അള്ളാഹു ഗൊന്തുണ്ടല്ലേ, നാണങ്ങനൊന്നും വിചാരിച്ചിട്ടില്ലല്ലേ. അള്ളാഹുക്ക് ഞങ്ങളുടെ മനസ്സ് ഗൊന്തിന്നെങ്കും ബാക്കി ഞങ്ങൾക്ക് ഡൗട്ട് ആവുന്ന പോലത്തെ ഒരു സ്വര ഞങ്ങൾ ആക്കൂ തീരാ. അത് ഞങ്ങൾ യാര ജാഗ്രത ആക്കും. അത് മാപ്പിള പെഞ്ഞേര നടുലു യാര ഞങ്ങൾ ജാഗ്രത ആക്കും. മാപ്പിള പെഞ്ഞായിക്ക് ഡൗട്ട് ആവുന്ന പോലത്തെ സ്വര ആക്കൂ തീരാ, പെഞ്ഞായി മാപ്പിളക്ക് ഡൗട്ട് ആവുന്ന പോലത്തെ സ്വര ആക്കൂ തീരാ. ഇതെല്ലാം ജാഗ്രത ആക്കും. ഇന്നത്തെ കാലത്ത് സ്പെഷ്യലി മൊബൈലിലെ വിഷയത്തിലല്ല അല്ലേ. പെഞ്ഞേരെ മൊബൈലിൽ ലോക്ക് മാപ്പിളക്ക് പിടിക്കില്ല. അപ്പൊ അതിനെ സീക്രട്ട് ആക്കി വെക്കല്, അതിൽ മാപ്പിള കർസവുണ്ട്. ഇങ്ങനെയുള്ള എത്ര സംഭവമെല്ലാം നടന്നത്. അതേപോലെ മാപ്പിളരെ മൊബൈലിലെ ലോക്ക് പെഞ്ഞേക്ക് പിടിക്കില്ല, മാപ്പിള കേട്ടെങ്കിൽ ചൊല്ലില്ല. അപ്പൊ ഇതെല്ലാം എന്താ ഒരു ഡൗട്ട് ആക്കുന്ന ഒരു വിഷയത്തിൽ എപ്പോ അങ്ങനെ ആക്കത്തില്ല. മാപ്പിള പെഞ്ഞൈമാർ നടുലു എല്ലാം ക്ലിയർ ഇക്കും, എല്ലാം എന്താ ഓപ്പൺ ഇക്കും. മാപ്പിളരെ മൊബൈലിലെ ലോക്ക് പെഞ്ഞേക്ക് പിടി വേണം, പെഞ്ഞേരെ മൊബൈലിലെ ലോക്ക് മാപ്പിളക്ക് പിടി വേണം. അതേപോലെ വാട്സാപ്പിൽ ചാറ്റിങ് അതെല്ലാം ഓപ്പൺ ആയിട്ട് ഇക്കണം. അപ്പൊ ഇതെല്ലാം എന്തിന് ഒരു ഡൗട്ട് പണ്ട് പോലത്തെ സ്വര ഞങ്ങൾ ആക്കിയിട്ടായെങ്കിൽ അത് അപ്പത്തുകളിലെങ്കും പിന്നത്തുക അതെന്താവിടും യാറ ഡൗട്ട് ആക്കുക. ഷൈത്താൻ എന്താക്കുക വസ്വാസ് ആക്കി വയ്ക്കുക. അപ്പൊ ആ ഒരു ജാഗ്രത ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കുക സാധ്യവും ചൊല്ലതെറ്റിക്കറ് നാം മനസ്സിലാക്കൂല. അതേപോലെ സഫിയ റളിയല്ലാഹു അൻഹയെ ബാക്കിന്നെ പെഞ്ഞൈമാറ് നബിരെ ബാക്കിന്നെ പെഞ്ഞൈമാറ് ചിലപ്പല്ല എന്താക്കി വിന്നാറ് അങ്ങ് ഒന്നും ഇങ്ങനെ രണ്ട് മൂന്നല്ല ഇങ്ങനെ ദൂരി വിന്നാറ്.
അതിൽ ഒന്ന് ഇട്ടിക്കർ ആയിഷ റളിയല്ലാഹു അൻഹ സഫിയ റളിയല്ലാഹുടെ വിഷയത്തിൽ ഇട്ടിക്കർ അവള് തെല്ല് കുർദല്ലേ ചൊന്തിങ്ങനെ ഒന്ന് ചൊന്നി അവള് തെല്ല് കുർദല്ലേ എന്നിട്ട് അത് ബായിൽ ചൊന്നല്ല അവൾ തെല്ല് ഇങ്ങനല്ലേ ചൊന്നിങ്ങനെ ഒരു ആക്ഷൻ കാട്ടിലെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭയങ്കര അർത്ഥവന്ത് നബി എന്താക്കിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ ഈ ഒരു പൽക്കമീറ്റി കടലുക്ക് ഇട്ടെങ്കിൽ ആ കടൽ സമയത്തെ കലിഞ്ഞു പോവും, ആ കടൽ സമയത്തെ എന്തായി പോവും, ചീഞ്ഞു പോവും. അപ്പൊ നോക്കൂ, ഒരു ചെറിയ പൽക്ക ഞങ്ങൾ എപ്പം ജാഗ്രത ആക്കുന്നു. ഒരാളുടെ വിഷയത്തിൽ ഞങ്ങൾ ഗീബത്ത് ചൊല്ലുമ്പോൾ, ഒരാളുടെ വിഷയത്തിൽ ഞങ്ങൾ ഇല്ലാത്ത അപവാദാക്കുമ്പോൾ അതെല്ലാം യാറെ ഞങ്ങൾ ജാഗ്രത ആക്കുന്ന ഒരു വിഷയത്തിക്കറ് അല്ലേ. ഉള്ളത് ചൊല്ലതേ ടിക്കറ് ഗീബത്ത്, ഉള്ള ഒരു കൊരത്തെ ഒരാൾക്ക് ഇന്ന കൊരത്തെ ഉണ്ടു അത് ചൊല്ലി അത് ഗീബത്ത്, ഇല്ലാത്തത് ചൊല്ലത് നമീമത്തെ ടിക്കർ. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ പൽക്കത്തിൽ ജാഗ്രത ആക്കുന്ന ഒരു വിഷയത്തിക്കറ്. അതേപോലെ ഓർക്ക സൈനബ റളിയല്ലാഹു അൻഹ ഇതേപോലെ ഓർക്ക ഹജ്ജിക്ക് പോണ്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹ തെച്ച വണ്ട അതെന്ത്രമാ ഒരു സീക്ക് പിടിച്ച വലിന്ത് അതേപോലെ അത് എതിർ പോയോണ്ടില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ റളിയല്ലാഹു അൻഹ ചന്ത് നബിരെ പിന്നൊരു പിന്നെ സൈനബ റളിയല്ലാഹു അൻഹ ചന്ത് നിന്റെ വണ്ട നീ എന്താക്ക് സഫിയ റളിയല്ലാഹു അൻഹ ഷേറാക്ക് ചൊന്ത് ചൊന്നപ്പ സൈനബ റളിയല്ലാഹു അൻഹ ഒരു മൂഡിലിന്ത്. അപ്പൊ സൈനബ റളിയല്ലാഹു അൻഹ ചന്ത് യഹൂദിയായ പെണ്ണുക്ക് നിന്റെ വണ്ടർ നാ കൊടുക്കുരമ. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ബേജാറായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ 3 തിങ്കൾ തോല് സൈനബ റളിയല്ലാഹു അൻഹ പൽക്ക പറഞ്ഞിട്ടില്ലാണ്ടായിട്ടിക്കറ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യം. അപ്പൊ ഇതെല്ലാം പെഞ്ഞമാറിനുള്ള ഒരു അസ്വാരസ്യം, അതേപോലെ മനുഷ്യ സഹജയിട്ടിക്കറ് അത് അതേപോലെ ഞങ്ങൾ കാണും. മാത്രം പരസ്പരങ്ങ ഇസ്സത്താക്കി വിന്നാറ്, ദീന്റെ വിഷയത്തിൽ യാറ് ഗൗരവ കാട്ടി വിന്നാറ്, യാറ അള്ളാഹുര തക്വത്തിൽ ജീവിച്ചങ്ങ ഇട്ടിക്കറാറങ്ങ ചൊല്ലുടെ വിഷയം ഞങ്ങൾ അതിരൊಟ್ಟಿಗೆ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇട്ടിക്കറ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇതിലെ ബാക്കി വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിൽ പിന്നെ മദീനത്തേക്ക് വന്നതിൽ പിന്നെ എന്തെല്ലാം സംഭവിച്ചിട്ട് ചൊല്ലുന്ന വിഷയം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടതായ പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.